ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ഫൈനൽ മത്സരം ഞായറാഴ്ച നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നു. ഇന്ത്യയുടെയും ഓസ്ട്രേലിയയുടെയും സാധ്യതകളെക്കുറിച്ചും ഇതുവരെ അവർ എങ്ങനെ പ്രകടനം നടത്തി എന്നതിനെക്കുറിച്ചും നമ്മോടൊപ്പം സംസാരിക്കാനുള്ളത് കേരള മുൻ ക്രിക്കറ്റ് സെലക്ടർ, വെറ്ററൻസ് ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി സുനിൽ കുമാറാണ്. നമസ്തേ. നമസ്കാരം. ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏകദേശം തുല്യ ശക്തികളെപ്പോലെയാണ് തോന്നുന്നത്. ഇതിൽ സാധ്യത എങ്ങനെയാണ് ഇതുവരെയുള്ള പ്രകടനം കണക്കാക്കി നോക്കുമ്പോൾ? താങ്കൾ പറഞ്ഞ പോലെ തുല്യ ശക്തികൾ തന്നെ പറയേണ്ടി വരും. കാര്യം ഇന്ത്യ ഈ ടൂർണമെൻറ്റിൽ ഒരു കളി പോലും തോൽക്കാതെ ഫൈനലിലെത്തുകയും ഓസ്ട്രേലിയ അവരുടെ ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ സ്ട്രഗിൾ ചെയ്യുകയും രണ്ടോ മൂന്നോ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷം അവരൊരു മികച്ച തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് തുല്യ ശക്തികളെന്ന് നമ്മൾ പറയേണ്ടി വരുമ്പോൾ അവരുടെ ഓസ്ട്രേലിയയുടെ ഒരു പാരമ്പര്യവും അല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ ഇത്രയും നാളത്തെ വേൾഡ് കപ്പിലെ പ്രീവിയസ് വേൾഡ് കപ്സിലെ പെർഫോമൻസും ഒക്കെ എടുത്തു നോക്കുകയും അവരുടെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റും എവിടെ നിന്നും കളി തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കപ്പാസിറ്റിയും പ്രൊഫഷണലിസവും എല്ലാം കൂടെ കണക്കാക്കുമ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും മികച്ച രീതിയിൽ തന്നെ ഒരു ടീമിന് എനിക്ക് തോന്നുന്നു 1975-ലോ 79-ലോ വേൾഡ് കപ്പ് വെസ്റ്റ് ഇൻഡീസ് ജയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഡോമിനേറ്റ് ആയിട്ടൊരു ടീം വേൾഡ് കപ്പിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. കാര്യം 3 വേൾഡ് കപ്പുകൾ ഓസ്ട്രേലിയ അടുപ്പിച്ച് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ ഒരു ഡോമിനേഷൻ ഇന്ത്യയുടെ ഡോമിനേഷൻ ഭയങ്കരമായിട്ട് നമ്മളെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് ടീമുകളും ഈക്വലി ഗുഡ് തന്നെയാണ്. താങ്കൾ ചോദിച്ച പോലെ രണ്ടുപേരുടെയും പെർഫോമൻസ് അവർ വന്ന വഴികൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയ ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മുൻപോട്ട് വന്നിരുന്നെങ്കിൽ തന്നെയും അവർ അതിന് ശേഷമുള്ള അവരുടെ തിരിച്ചുവരവ് ഗംഭീരമാക്കുകയും അവരുടെ കഴിഞ്ഞ കളിയിലെ കുറച്ച് ടഫ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്ത രീതി, ഒരു സിറ്റുവേഷനിൽ 1-2 നല്ല ബോളേഴ്സ് ഉണ്ടായിട്ടും അവരെ അവരുടെ സൗത്ത് ആഫ്രിക്കൻ സ്പിന്നേഴ്സിനെ നേരിട്ട് അവർ ആ പ്രതിസന്ധിയിലൂടെ കടന്നു വന്ന് ജയിച്ച രീതി എല്ലാം നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 19-ാം തീയതി ഒരു വാശിയേറിയ ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയുടെ ടീമിൻ്റെ സാധ്യതകളെല്ലാം സ്റ്റീവ് സ്മിത്ത്, വാർണർ എന്നിവരെ ആശ്രയിച്ചിരിക്കുമെന്നാണ് പല കമൻറ്റേറ്റർമാരും പറയുന്നത്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇല്ല, തീർച്ചയായിട്ടും ഈ രണ്ട് കളിക്കാരെ താരതമ്യം അല്ലെങ്കിൽ രണ്ട് കളിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒരു നമ്മളായിട്ടൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല. കാര്യം അവരുടെ ഇത്രയും കാലഘട്ടത്തിൽ എത്രയോ വർഷമായിട്ട് 10 വർഷമായിട്ട് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ പെർഫോമൻസ്, വാർണറുടെ ഈ വേൾഡ് കപ്പിലെ ഫോം, സ്റ്റീവ് സ്മിത്ത് ക്രൈസിസിൽ വന്നിട്ട് അവർക്ക് വേണ്ടി കളിക്കുന്ന ഇന്നിങ്സുകൾ. പക്ഷേ അവർ മാത്രമല്ല അവരുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആ 2 പേരാണ് അവരെ ഡിപ്പെൻഡ് ചെയ്താണ് ആ കളി പോകുന്നതെന്ന് എനിക്ക് പറയാം. തീർച്ചയായിട്ടും വാർണർക്ക് അതിലൊരു ഇമ്പോർട്ടൻസ് ഇതുണ്ട്. കാര്യം ഇനിഷ്യലി ഒരു സ്റ്റാർട്ട് തരിക എന്നുള്ളത് ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം, സ്റ്റാർട്ട് കിട്ടുക എന്നുള്ളത് ഏത് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ വാർണർക്ക് ഡെഫിനറ്റായിട്ടും ഒരു മികച്ച റോള് വരുന്നുണ്ട്. വിക്കറ്റുകൾ ഇനിഷ്യലി പോവുകയാണെങ്കിൽ സ്റ്റീവ് സ്മിത്തിൻ്റെ കളി കുറച്ചുകൂടെ അദ്ദേഹം കുറച്ച് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു എൻഡ് കളിച്ച് പോകാൻ, അല്ലെങ്കിൽ ഒരു ടീമിനെ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗെയിമാണ് സ്മിത്തിനുള്ളത്. ആ ഒരു ആംഗിൾ നോക്കുമ്പോൾ സ്മിത്തിനും തീർച്ചയായിട്ടും ആ ഒരു റോള് വരും. പക്ഷേ മാക്സ്വെല്ല്, മാർഷ്, ട്രാവിസ് ഹെഡ്, ലബുഷൈൻ അങ്ങനത്തെ മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ടോപ്പ് 5-6 ബാറ്റേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വേൾഡിലെ ഏത് രീതിയിലെടുത്ത് ഏത് കാറ്റഗറി നോക്കുകയാണെങ്കിലും അവർ ടോപ്പ് 6 തന്നെ വളരെ മികച്ച പെർഫോമേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ആ 2 പേരെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് ഓസ്ട്രേലിയൻ ടീമിൻ്റെ ബാറ്റിംഗ് പോകുന്നതെന്ന് പറയുന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ഇപ്പോൾ ട്രാവിസ് ഹെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പണേഴ്സ് എപ്പോഴും വളരെ മികച്ച ഓപ്പണിംഗ് നമുക്ക് നൽകിയിരുന്നു. പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ട്രാവിസ് ഹെഡിനെ ഇറക്കി നേരത്തെ ബൗൾ ചെയ്യിപ്പിക്കണം എന്ന് ഒരു അഭിപ്രായമുണ്ട്. ഇല്ല, നമ്മളിപ്പോൾ ഒരു കളിയിലോട്ട് പോകുമ്പോൾ പല വിലയിരുത്തലുകൾക്കും നമുക്ക് സ്കോപ്പുണ്ട്. പക്ഷേ ടീമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു മുൻവിധിയൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം വൺസ് നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പർട്ടിക്കുലർ ബോൾ വരെ അല്ലെങ്കിൽ ഒരു ബാറ്റർ നിൽക്കുകയാണെങ്കിൽ ഒരു ബോൾ അങ്ങനെ വരുന്നു, അല്ല ആ സിറ്റുവേഷൻ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചല്ലോ. ഇപ്പോൾ ട്രാവിസ് ഹെഡ് വന്നുകൊണ്ട്
എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നു. പക്ഷേ ഓസ്ട്രേലിയയുടെ ബൗളിങ്ങിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളേഴ്സ് ടോപ്പ് 3 ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് 3 ഫാസ്റ്റ് ബോളേഴ്സ് തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് 3 ഫാസ്റ്റ് ബോളേഴ്സാണ് ഡെഫിനറ്റായിട്ടും. മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിലും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രാവിസ് ഹെഡിനെ ഇറക്കി നമ്മളെ പ്രതിരോധത്തിലാക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഓസ്ട്രേലിയ ഫാസ്റ്റ് ബോളിംഗ് നമുക്ക് ഈ ടൂർണമെൻറ്റിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ടൂർണമെൻറ്റിലെ നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും മെയിൻ ആധാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബോളിങ്ങിന് മികച്ച പങ്കുണ്ടെങ്കിൽ തന്നെയും ബാറ്റിങ്ങിൽ നമുക്ക് കിട്ടുന്ന സ്റ്റാർട്ട്, ഓപ്പണിങ്ങിൽ ശുഭ്മാൻ ആൻഡ് രോഹിത് ടീമിന് കൊടുക്കുന്ന സ്റ്റാർട്ട്, അതിൽ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഇന്നിങ്സുകൾ. അദ്ദേഹം 500-550 റൺസിന് മുകളിൽ വേൾഡ് കപ്പിൽ അടിച്ചിട്ടുണ്ട്. വിരാട് 700-ന് മുകളിൽ റൺസ് അടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ 550 റൺസ് നമുക്കൊരു വലിയ സ്കോറായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ടീമിന് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, എസ്പെഷ്യലി പാകിസ്ഥാനായിട്ടാണെങ്കിലും ഓസ്ട്രേലിയ ആയിട്ടാണെങ്കിലും ഈ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിലും 47 റൺസ് അദ്ദേഹം അടിച്ച്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തരുന്ന എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് ഭയങ്കരമായ അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് തുടരണം എന്ന് മാത്രമേ നമുക്കിനി ഇത് നമ്മൾ പ്രതീക്ഷിക്കാനുള്ളൂ. അതെ, ഇന്ത്യക്കാരുടെ എല്ലാം ആഗ്രഹം അതാണ്. രോഹിത്തും ഗില്ലും അതിമനോഹരമായ സ്റ്റാർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇതേ കാര്യം ഓസ്ട്രേലിയക്കാർക്കും വളരെ നന്നായി അറിയാം. എങ്ങനെയെങ്കിലും അവരുടെ ആ സ്റ്റാർട്ടിനെ പ്രതിരോധിക്കുക എന്നതായിരിക്കും അവരുടെ തന്ത്രം. അതിന് അവർ എന്ത് പ്രയോഗിക്കുമെന്ന് നമുക്കറിയില്ല, അവരാരടുത്തും പറഞ്ഞിട്ടുമില്ല. പക്ഷേ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലുള്ളത് അതായിരിക്കും. കാരണം രോഹിത്തും ഗില്ലും നന്നായി ഒരു സ്റ്റാർട്ട് കൊടുത്താൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ വളരെ പ്രയാസമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത്. ആ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് 6 അല്ലെ ജഡേജയെ കൂടെ കൂട്ടുകയാണെങ്കിൽ 7 ബാറ്റേഴ്സ് ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാൻമാരാണ്. ഏത് സിറ്റുവേഷനിലും ഇന്ത്യ തിരിച്ച് കളിയിൽ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. ജഡേജ വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യ ആണെങ്കിലും ശ്രേയസ് ആണെങ്കിലും KL രാഹുൽ ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേൾഡ് ക്ലാസ് ബോളിംഗ് തന്നെയാണ് ഉള്ളത്. അതിൽ ഇനിഷ്യലി 1-2 വിക്കറ്റുകൾ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കളിയുടെ ഡയമെൻഷൻ എല്ലാം അപ്പോൾ തന്നെ മാറും. വേൾഡ് കപ്പ് ഫൈനൽ ഒരു പ്രഷർ ഇന്ത്യയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 1 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കാണികളുടെ മുമ്പിൽ ഇത്രയും സപ്പോർട്ടോടുകൂടി കളിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് നമുക്കാണെന്ന് പറഞ്ഞാലും ഈ ഒരു പ്ലെയറുടെ മനസ്സിലുണ്ടാകുന്ന പ്രഷർ, ഇത്രയും ബിഗ് ഗെയിം, ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, നല്ല പെർഫോമൻസ് വന്നതിന് ശേഷം കളിക്കുന്ന കളി, അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും ചാൻസ് കിട്ടിയിട്ടുള്ള എല്ലാ ബാറ്റേഴ്സിൻ്റെയും ഫോം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഡീസൻ്റായിട്ടൊരു സ്റ്റാർട്ട് കിട്ടുകയാണെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അഥവാ 1-2 സെറ്റ് ബാക്ക് വന്നാൽ പോലും നമുക്കതിൽ നിന്ന് തിരിച്ചു വന്ന് നല്ല രീതിയിലുള്ളൊരു സ്കോർ നേടാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ തുറുപ്പ് ചീട്ടായിട്ട് കരുതുന്നത് അവരുടെ സ്പിന്നറായ ആദം സാംബയാണ്. ഈ സാംബ തുടക്കത്തിൽ അപകടകാരി ആകുന്നതിന് മുമ്പ് തന്നെ സാംബയെ ആ ലെങ്ത്തിൽ നിന്ന് നമ്മൾ അടിച്ച് മാറ്റുകയാണെങ്കിൽ അത് വളരെ ഉപകാരം ചെയ്യുമെന്നാണ് പലരും പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള കളിയിൽ മില്ലർ സാംബയെ എല്ലാ 6ഉം 4ഉം ഒക്കെ ആയിട്ട് അടിച്ചിട്ട് സാംബയ്ക്ക് പിന്നെ ആ ലെങ്ത് കിട്ടിയില്ല. അദ്ദേഹത്തിന് ആ കളിയിൽ ഒരു വിക്കറ്റ് പോലും കിട്ടിയില്ല. അപ്പോൾ ആ തന്ത്രം ഇന്ത്യയും പയറ്റണം എന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ സാംബ ഓഫ് കോഴ്സ് ഒരു നല്ല സ്പിന്നർ തന്നെയാണ്. ഓസ്ട്രേലിയൻ ടീമിലെ ഷെയ്ൻ വോൺ വന്ന ശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ചെങ്കിലും കളിക്കുന്നുള്ള ലെഗ് സ്പിന്നറാണ് ആദം സാംബ. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടി നമുക്ക് അങ്ങനെ ഒരു ബോളറെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തങ്ങ് അടിച്ചങ്ങ് അദ്ദേഹത്തിനെ ഈ ടീമിൻ്റെ ബോളിംഗ് ലൈനപ്പിൽ നിന്ന് മാറ്റുക, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒന്നും ഇന്ത്യൻ ടീമിനെ പോലത്തെ ഒരു അത്രയും വലിയ ക്വാളിറ്റി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഫോളോ ചെയ്ത് തോന്നുന്നില്ല. ഡെഫിനറ്റായിട്ടും ഒരു സ്പിന്നർ, അദ്ദേഹം ഒരു നല്ല സ്പിന്നറാണ്. പക്ഷേ നമ്മുടെ എല്ലാ ബാറ്റേഴ്സും യാതൊരു സംശയമില്ല, ഇന്ത്യക്കാർ സ്പിന്ന് കളിച്ചില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് സ്പിന്ന് കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സ്പിന്ന് ഒരു ഇന്ത്യക്ക് ഒരു വലിയ ത്രെട്ടാവും തോന്നുന്നില്ല. പക്ഷേ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ബിഗ് മാച്ച് പ്രഷർ എന്നുള്ള ഒരു ഫാക്ടർ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആദം സാംബ നന്നായിട്ട് ബോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ മില്ലർ അടിച്ചു എന്ന് പറയുമ്പോൾ ആ മില്ലർ ലെഫ്റ്റ് ഹാൻഡറാണ് ബേസിക്കലി. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡർക്ക് കുറച്ചുകൂടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതാണ് ലെഗ് സ്പിന്നറെ. അപ്പോൾ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുത്ത് അദ്ദേഹത്തിനെ കുറച്ചൊന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആ സ്ട്രാറ്റജിയൊക്കെ ഡെഫിനറ്റായിട്ട് ഇന്ത്യൻസും ചെയ്യും. ഇന്ത്യക്ക് അതിനുള്ള സ്ട്രാറ്റജി ഉണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 6 പേര് വരുന്ന എല്ലാ റൈറ്റ് ഹാൻഡേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മികച്ച താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാനും അവരുടെ എക്സ്പീരിയൻസ് ഉള്ള വേറെ താരങ്ങളൊന്നും ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഈ ലെവലിൽ കളിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള 6-7 ബാറ്റേഴ്സ് വരുന്ന സാഹചര്യത്തിൽ അവർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ സാംബയെ നേരിടും, അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് അറ്റാക്ക് ചെയ്യും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെ നമ്മുടെ ബൗളിങ്ങിൽ കുന്തമുനയായിട്ട് നിന്നിട്ടുള്ളത് മുഹമ്മദ് ഷമിയാണ്. ഈ കളിയിലും അദ്ദേഹത്തിൽ തന്നെ ആയിരിക്കുമോ ഇന്ത്യ ആശ്രയിക്കുന്നത്?
തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഫോം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൽ നിന്നും ഒരു നല്ല പെർഫോമൻസ് കൂടെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആശ്രയിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിൻ്റെ മികച്ച ബോളിങ്ങിലൂടെ തന്നെയാണ് കളി ജയിച്ചത് ഡെഫിനറ്റായിട്ടും. പക്ഷേ നമ്മുടെ ഒരു ബാക്കി 2 ബോളേഴ്സിനെ നമുക്ക് ഒരിക്കലും എഴുതള്ളാൻ പറ്റില്ല. അവരുടെ ഈ ടൂർണമെൻറ്റിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബുംറ ഒരു കളി എന്തോ മാത്രമാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു 5 റൺസിന് മുകളിൽ റൺസ് വിട്ടുകൊടുത്തിട്ടുള്ളത്. ബുംറ ബോൾ ചെയ്യുന്ന രീതി, ബുംറയുടെ ന്യൂ ബോളിലുള്ള അറ്റാക്ക്, ബുംറയ്ക്ക് ഓപ്പോസിറ്റ് ടീം കൊടുക്കുന്ന റെസ്പെക്റ്റ്, അതുപോലെ തന്നെ സിറാജ് ഇന്ത്യൻ ടീമിലെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഏറ്റവും യങ്ങായിട്ടുള്ള ഫാസ്റ്റ് ബോളറാണ് ഈ 3 പേരിൽ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും അപ്കമ്മിങ് അല്ല ഏറ്റവും കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇപ്പം ICC റാങ്കിൽ അദ്ദേഹം നമ്പർ 1 ബോളറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 3 ഫാസ്റ്റ് ബോളേഴ്സും ടോപ്പ് ക്ലാസ് ആണ്. പ്രത്യേകിച്ച് ഞാൻ വീണ്ടും പറയുന്നത് ഷാമിയെ ഒരു രീതിയിലും കുറച്ചോ അല്ലെങ്കിൽ ഷാമിയുടെ പെർഫോമൻസ് ഉണ്ട്. സിറാജ് ഇതേപോലെ ഒരു മാച്ച് വിന്നറാണ്. സിറാജിന് ന്യൂ ബോളിൽ വിക്കറ്റ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഏഷ്യ കപ്പ് ഫൈനൽ അറിയാം, ഇതിനു മുമ്പത്തെ ശ്രീലങ്ക മത്സരം അറിയാം. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും ഇനിയും പുറത്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ബോളറാണ് സിറാജ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ 3 ഫാസ്റ്റ് ബോളേഴ്സും ഈക്വലി ഗുഡാണ്. ഷാമി ഓഫ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഫോമിൽ പന്തെറിയുന്നു. അടുത്ത മത്സരം കൂടെ അദ്ദേഹം അങ്ങനെ പന്തെറിയട്ടെ എന്ന് വിശ്വസിക്കാം. ഇപ്പോൾ വിദേശ കമൻറ്റേറ്റർമാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ നന്നായി പന്തെറിയുന്ന 5 ബൗളർമാരുണ്ട്. ഈ 5 ബൗളർമാരെയും അവരുടെ ഇഷ്ടത്തിനൊത്ത് ബൗൾ ചെയ്യാൻ വിടുകയാണെങ്കിൽ ഇന്ത്യ തീർച്ചയായും ജയിക്കും. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ബൗളറെ അത് മുൻവിധി ഇല്ലാതെ അന്ന് ആ പ്രത്യേക കളിയിൽ അവർക്ക് എങ്ങനെയെങ്കിലും ലെങ്തിൽ നിന്ന് അഴിക്കാൻ പറ്റും എന്ന് തോന്നുന്ന ഒരാളെ ടാർഗറ്റ് ചെയ്ത് അവർ ആക്രമിച്ച് കളിച്ചാൽ മാത്രമേ ഓസ്ട്രേലിയക്ക് ജയിക്കാൻ പറ്റൂ എന്ന് പലരും പറയുന്നു. ഇല്ല, ഞാൻ ഇപ്പം നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജി ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീം അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ ടീം നേരത്തെ എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇന്ത്യയുടെ 5 ബോളേഴ്സ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ബോളേഴ്സാണ്, വേൾഡിൽ തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ള ബോളേഴ്സാണ്. കുൽദീപാണ് അതിൽ ഏറ്റവും കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ബോളർ. പക്ഷേ കുൽദീപിൻ്റെ പ്രകടനങ്ങൾ നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയൻ ടീം ഡെഫിനറ്റായിട്ട് ഒരാൾ ഇത്തിരി മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമായിരിക്കും. അല്ലാതെ ഒരു മുൻവിധിയോടുകൂടി വന്നിട്ട് ഇന്നാളെ അങ്ങ് നമുക്ക് ഒരു ബോളറെ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുത്ത് അടിച്ച് മാറ്റാം എന്നുള്ളൊരു സ്ട്രാറ്റജി ഒന്നും സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അതൊരു നല്ല സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ നിരയിൽ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യയുടെ ടീമിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ബാധിച്ചിട്ടില്ല. കാര്യം ഹാർദിക് പാണ്ഡ്യ പോയതിന് ശേഷം നമ്മുടെ അതിനകത്ത് ഏറ്റവും ഒരു ലക്ക് ഫാക്ടർ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കാൻ ഷാമി കളിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഷാമി കളിച്ചതിന് ശേഷം നമ്മുടെ ബോളിങ്ങിലും അല്ലെങ്കിൽ ഷാമിയുടെ ബോളിങ്ങിലൂടെ ജയിച്ച കളികളും എടുത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർദിക് പാണ്ഡ്യ മാറിയത് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ഒരു ഇഞ്ചുറി വന്നത് ഒരു ഇന്ത്യൻ ടീമിന് ഗുണം ചെയ്തോ എന്ന് ആലോചിക്കേണ്ടി വരും. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ നമുക്കൊരു 6th ബോളറും ആവുകയാണ്, ഒരു അഡീഷണൽ ഒരു ബാറ്ററും കൂടെ വരികയാണ്. ആ ഒരു ബാലൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ ബോളിങ്ങിനെയാണ്. കാര്യം നമുക്ക് 5 ബോളേഴ്സേ ഉള്ളൂ. അതിൽ 6ാമത്തെ ഒരു ബോളർ സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നമ്മൾ പോകും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഭാഗ്യത്തിന് നമുക്ക് ഈ ഒരു മത്സരങ്ങളിലൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതേപോലെ തന്നെയാണ് ബാറ്റിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒരു 6 or 7 ബാറ്റർമാർക്ക് നേടാൻ കഴിയാത്തത് 8ാമതായിട്ടൊരാൾ വന്ന് നേടുക എന്നുള്ള പോളിസിയോട് മേ ബി 100 മത്സരങ്ങൾ കളിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുക എന്നുള്ളതല്ലാതെ 6 or 7 ക്വാളിറ്റി ബാറ്റ്സ്മാൻമാർ അടിച്ച് ജയിപ്പിക്കാൻ പറ്റാത്തൊരു കളി ഒരു ടൈലൻഡറിൽ നിന്നും ടൈലറല്ല ഒരിക്കലും. ഹാർദിക് പാണ്ഡ്യ ഒരു ടോപ്പ് ക്ലാസ് ബാറ്റ്സ്മാൻ തന്നെയാണ്. പക്ഷേ 8ാമതായിട്ട് വരുമ്പോൾ അദ്ദേഹം അത്ര താഴെയോട്ട് വരുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൽ നിന്നും അത് പ്രതീക്ഷിക്കാൻ പറ്റും, എത്രത്തോളം നമുക്കത് ഗുണം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു 6th ബോളർ അവിടെ ഉണ്ടായിരുന്നു, ഒരു ക്വാളിറ്റി ബാറ്റർ അവിടെ ഉണ്ടായിരുന്നു, ഒരു ബ്രില്യൻ ഫീൽഡർ അതിനകത്തുണ്ടായിരുന്നു, ക്രിക്കറ്റിനെ നല്ലോണം വിലയിരുത്തുന്ന ഒരു വൈസ് ക്യാപ്റ്റൻ നമുക്കുണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഞാനതാ പറഞ്ഞത്, ക്രിക്കറ്റിൽ നമ്മൾ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ലോ, ഷാമി പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഈ ഒരു സെറ്റപ്പിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കളികളെല്ലാം എനിക്ക് ജയിക്കുകയായിരുന്നെങ്കിൽ മുഹമ്മദ് ഷാമി ഈ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അശ്വിൻ മികച്ചൊരു ഓഫ് സ്പിന്നറാണ്. പല സിറ്റുവേഷനിലും നമ്മൾ കുറച്ച് സ്പിൻ ഫ്രണ്ട്ലി വിക്കറ്റ്സ് കളിക്കുന്നുണ്ട്, പല ലെഫ്റ്റ് ഹാൻഡേഴ്സിനെതിരെ നമ്മൾ കളിക്കുന്നുണ്ട്. പക്ഷേ ആ സാഹചര്യത്തിൽ പോലും നമുക്ക് ടീം കോമ്പിനേഷനിൽ തൊടാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ടീം പോകുന്നത്. അത് വളരെ മികച്ച തീരുമാനമാണ്. ഒരു പ്ലെയർ ഒത്തിരിയെങ്കിലും ഫോം മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ബാക്ക് ചെയ്യുന്നു. ശ്രേയസറുടെ ഒരു ഉദാഹരണം നമുക്കുണ്ട്, സൂര്യയുടെ ഒരു ഉദാഹരണം നമുക്കുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഓരോ പ്ലെയേഴ്സിനും ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ
ശരിക്കും പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഇഞ്ചുറി ആയത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഈ ഇദ്ദേഹത്തിൻ്റെ ഷാമിയുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ മികച്ച രീതിയിൽ ഇന്ത്യൻ ടീമിനും ഗുണം ചെയ്തു എന്ന് പറയാം. പക്ഷേ ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്ന ഫ്ലെക്സിബിലിറ്റി വളരെ മികച്ചതാണ്. ഇപ്പോൾ അശ്വിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ സൂര്യകുമാർ യാദവിന് പകരം അശ്വിനെ ഫൈനലിൽ പരീക്ഷിക്കാം എന്നൊരു ചെറിയ വാദഗതി ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഇല്ലില്ല, അതൊക്കെ എനിക്ക് തോന്നുന്നത് വെറുതെ നമ്മുടെ ഒരു മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും നിന്നോ ഉണ്ടാകുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അശ്വിൻ ഒരിക്കലും ഒരു മോശം ബൗളറല്ല. അശ്വിൻ കളിച്ചാൽ പെർഫോം ചെയ്യുമോ ഇല്ലയോ എന്ന് പറയാം. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് അദ്ദേഹം മാച്ച് കളിക്കുന്നില്ല. ഒരു 40 ദിവസങ്ങളുമായിട്ട് ഇന്ത്യൻ ടീമിൻ്റെ ഈ വേൾഡ് കപ്പ് പര്യടനം ഇവിടെ നടക്കുകയാണ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഓഫ് കോഴ്സ് അത് എല്ലാവരും 15 പേര് ഈക്വലി കോമ്പറ്റൻ്റ് ആണ്, ഈക്വലി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ മാച്ച് എക്സ്പീരിയൻസ് മാച്ച് സിറ്റുവേഷനിൽ അവർ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് കളിച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വരികയാണെങ്കിൽ ഇന്ത്യൻ ടീം ഒരു വേറെ യാതൊരു ഇഞ്ചുറി പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ ചേഞ്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ 2 മികച്ച ക്യാപ്റ്റന്മാർ തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ സ്റ്റീവ് സ്മിത്ത് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയതിനു ശേഷം വളരെ നല്ല ക്യാപ്റ്റനാണ് സ്റ്റീവ് സ്മിത്ത് എന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു. പക്ഷേ കമിൻസിന് ടീമിൻ്റെ പരിപൂർണ പിന്തുണയുണ്ട്. നല്ലൊരു ടീം മാനാണ്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയും നല്ലൊരു ടീം മാനാണ്. നമ്മൾ കണ്ടു ഈ ഇംഗ്ലണ്ടും മറ്റ് ചില രാജ്യങ്ങളുമെല്ലാം ശ്രീലങ്കയെല്ലാം അവരുടെ ഈ ക്യാപ്റ്റൻസി പ്രശ്നങ്ങൾ കാരണം അവർക്ക് മികച്ച കളി പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇത് രണ്ടും വളരെ മികച്ച ക്യാപ്റ്റൻസിയാണ്. 2 പേർക്കും ടീമിൻ്റെ പരിപൂർണ പിന്തുണയുമുണ്ട്. ആദ്യമായിട്ട് ഒരു കാര്യം പറയേണ്ടത് ടീമിലുള്ള അംഗങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ അല്ലെ ടീമിലെ കോച്ചിങ് സ്റ്റാഫിൻ്റെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ക്യാപ്റ്റനും അതിനകത്ത് 100% ഡെലിവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു ബേസിക് ഫാക്ടറാണ്. പിന്നെ ഓസ്ട്രേലിയയുടെയോ ഇംഗ്ലണ്ടിൻ്റെയോ അല്ലെങ്കിൽ ശ്രീലങ്കയുടെയോ ക്യാപ്റ്റന് പിന്തുണ ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്നത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസ് മോശമാകുമ്പോൾ ചില രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതൊരു പതിവാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഒന്നും എല്ലാം മാധ്യമങ്ങളിലൂടെ വരുന്ന ന്യൂസുകൾ മാത്രമാണ്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റത്തില്ല. രോഹിത് ശർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ തീർച്ചയായിട്ടും മികച്ച ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ അദ്ദേഹം ഇന്ത്യൻ ടീമിനെ 1-2 വർഷമായിട്ട് ലീഡ് ചെയ്യുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഇത്രയും മത്സരങ്ങളിൽ അദ്ദേഹം ലീഡ് ചെയ്യുന്നു. 6-7 വർഷമായിട്ട് അവർ ലീഡ് ചെയ്യുന്നു. അതിൽ ഒരുപാട് ചാമ്പ്യൻഷിപ്പ് അവർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ കിട്ടുന്ന എക്സ്പീരിയൻസ് ക്യാപ്റ്റൻസിയെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഫീൽഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹം എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിവുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതൊക്കെയാണ് ഒരു ക്യാപ്റ്റൻസിന് മുതൽക്കൂട്ടാകുന്നത്. പിന്നെ ചില ആൾക്കാർ നമ്മൾ എടുത്തു പറയും. ഇപ്പോൾ ധോണിയെ പറയുകയാണെങ്കിൽ ധോണി ഒരു ബോണായിട്ടൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹം കളിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി തുടങ്ങിയ കാലഘട്ടം തൊട്ടേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ടും വളരെ ഷ്രൂഡായിട്ടും ഒരു ക്യാപ്റ്റനായിരുന്നു. രോഹിത് ശർമ്മ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അദ്ദേഹത്തിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ലീഡിങ് ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിന് എപ്പോഴും അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം അദ്ദേഹം പെർഫോം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ കൂടെ ടീമിനകത്ത് കമാൻഡിങ് ആയിട്ടൊരു പവർ കിട്ടും. ഈവൻ അതർവൈസ് ക്യാപ്റ്റനാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് കിട്ടുന്നത് പെർഫോമൻസോട് വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു ഫാക്ടറോടെ വേൾഡ് കപ്പിൽ നിഴലിക്കുന്നുണ്ട്. പിന്നെ സെലക്ഷൻ കമ്മിറ്റിയുടെ ആണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ആണെങ്കിലും ടീമിൻ്റെ തിങ്ക് ടാങ്കിൻ്റെ രാഹുൽ ദ്രാവിഡ് തൊട്ടുള്ള ബാക്കി എല്ലാ കോച്ചസിൻ്റെ എല്ലാം ടീം ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് പോകുന്നു. അത് സക്സസ് വരുമ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം വരും. അതാണ് ഇതിന് പ്രധാന കാര്യം. കമിൻസും അതുപോലെ തന്നെ. കമിൻസ് ഒരു മികച്ച ക്യാപ്റ്റൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എന്നിരുന്നാൽ തന്നെ ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു, ടീമിന് റിസൾട്ട്സ് ഉണ്ടാക്കുന്നു. ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ മാക്സ്വെൽ അടിച്ച കില്ലിൽ കമിൻസിൻ്റെ ഇന്നിങ്സ് 66 ബോളിൽ 12 റൺസ് ആണെങ്കിലും ആ വാല്യൂ ആ സെൻസ് അവിടെ അപ്ലൈ ചെയ്യുന്നു. ക്യാപ്റ്റൻസിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അദ്ദേഹം ഒരു ടൈലൻഡർ ആണെന്നുള്ളത് മറന്നിട്ട് അദ്ദേഹം ആ ടീമിന് എന്താണ് ആവശ്യം എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓസ്ട്രേലിയൻ പ്രൊഫഷണൽസാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫാക്ടേഴ്സ് എല്ലാം വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഞാൻ അതാ പറഞ്ഞ 2 ക്യാപ്റ്റൻസും നല്ലതാണ് അക്കോർഡിംഗ് ടു ദെയർ സിറ്റുവേഷൻ. പക്ഷേ ക്യാപ്റ്റനെ വിലയിരുത്തുകയാണെങ്കിൽ എനിക്ക് രോഹിത് ശർമ്മയാണ് കുറച്ചുകൂടെ ഒരു ബെറ്റർ ക്യാപ്റ്റൻ, കുറച്ചുകൂടെ ഒരു ഷൂഡ് ക്യാപ്റ്റൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ 2 മികച്ച ക്യാപ്റ്റന്മാർ, 2 മികച്ച ടീം, എല്ലാ തരത്തിലും തുല്യ ശക്തികളെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരമാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ഇതിൽ പ്രവചനം എപ്പോഴും ശാസ്ത്രീയമാകണമെന്നില്ല എങ്കിലും എങ്ങനെ ആകുമെന്നാണ് ഒരു പ്രവചനം?
അല്ല, ഞാൻ പ്രവചിക്കാൻ ഒരു ലെവലിൽ പിന്നെ ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത്, ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ ഇന്ത്യ ക്രിക്കറ്റ് ഈ വേൾഡ് കപ്പ് ജയിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. കാര്യം ഇതുപോലൊരു പെർഫോമൻസ് ഇന്ത്യക്ക് ചെയ്യാൻ ഇനി എത്രത്തോളം പറ്റും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം ഇത്രയും ടഫായിട്ടുള്ള എല്ലാ ടീമുകളുമായിട്ട് കളിക്കുക, എല്ലാ ടീമുകളെയും കൺവിൻസിങ് ആയിട്ട് ജയിക്കുക. ഒരു മത്സരം പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, 1-2 മത്സരങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇടയ്ക്ക് തോന്നിച്ചെങ്കിലും കളികൾ ജയിച്ചപ്പോൾ വന്നിട്ടുള്ള മാർജിൻ നമ്മളെ വളരെ കൺവിൻസിങ് മാർജിനായിരുന്നു. ഏറ്റവും കുറഞ്ഞ വിക്ടറി മാർജിൻ എനിക്ക് തോന്നുന്നത് ബാറ്റ് ചെയ്യുമ്പോൾ 70 റൺസ് ആയിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഇത്തരത്തെ ഫോം വെച്ചിട്ട് എല്ലാ രീതിയിലും ഇന്ത്യ ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു പ്രവചനം ഞാൻ ആളല്ല. ഒരു കളി തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യക്കാരൻ എന്നുള്ളതിൽ ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു 50-50 ചാൻസാണ് ഞാൻ കാണുന്നത്. ഇതിൽ നമ്മൾ പല കളിക്കാരുടെയും കാര്യം പറഞ്ഞു. പക്ഷേ ശ്രേയസ് അയ്യരുടെ കാര്യം നമ്മൾ വിട്ടുപോയി. അദ്ദേഹമാണെങ്കിൽ ഈ ഷോർട്ട് പിച്ച് ബൗളിങ്ങിന് ഭയപ്പെടുന്നു എന്ന് ഒരു ശ്രുതി ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെയുള്ള ചില പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് എന്താ ഉണ്ടായിരിക്കാം? ഞാനതാ പറഞ്ഞേ, നമുക്ക് ഇപ്പം ഷോർട്ട് പിച്ച് ബോളിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടാകുക എന്നുള്ളത് ഒരു പുതിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പല മികച്ച ബാറ്റ്സ്മാൻമാർക്കും അങ്ങനത്തെ വീക്ക്നെസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. വിരാട് കോഹ്ലിക്ക് ഒരു സമയത്ത് അദ്ദേഹത്തിന് 1-2 വർഷം ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ റൺസ് കിട്ടാതിരുന്ന സമയത്ത് വലിയ സ്കോറുകൾ നേടാൻ കഴിയാൻ സാധിക്കും. സെഞ്ചുറികൾ നേടാൻ പറ്റാവുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഔട്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പല വീക്ക്നെസ്സുകളെക്കുറിച്ചും പല കുഴപ്പങ്ങളെക്കുറിച്ചും നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ശ്രേയസ് അയ്യർ എന്തായാലും ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ തലത്തിലുള്ളൊരു പ്ലെയർ അല്ലെങ്കിൽ പോലും ആദ്യം ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് ഷോർട്ട് പിച്ച് ബോളുകൾ ആദ്യം വരുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് തോന്നി. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വീക്ക്നെസ് എല്ലാം തികഞ്ഞ കളിക്കാർ ഒരിടത്തും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ വിരാട് കോഹ്ലിക്ക് പോലും ദൗർബല്യങ്ങൾ കാണാം. വിരാട് കോഹ്ലി ആഡം സാംബയുടെ ബോളിങ്ങിൽ ഒരുപാട് പ്രാവശ്യം പുറത്തായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പല വീക്ക്നെസ്സുകളും പല മെൻ്റൽ ഗെയിമുകളും ഒക്കെ ഇതിനകത്ത് കാണാം. ശ്രേയസ് അയ്യർ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഇനിഷ്യലി വരുമ്പോൾ കുറച്ച് ഷോർട്ട് പിച്ച് ബോളുകളിൽ വീക്ക്നെസ് ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് ഓവർകം ചെയ്ത് ആ സിറ്റുവേഷനിൽ ഒരു 1 ഡേ മാച്ചാണ്, അതിൽ എത്രത്തോളം ഒരു ഫാസ്റ്റ് ബോളർക്ക് എത്രത്തോളം ഷോർട്ട് പിച്ച് എറിഞ്ഞൊരു ബാറ്റ്സ്മാനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അപ്പോൾ അതിനെ എത്ര പെട്ടെന്ന് ഫേസ് ചെയ്തതിന് ശേഷം മാറിയതിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ വന്ന് കളിച്ച് ടീമിനെ കരകയറ്റുന്ന ഒരു പെർഫോമൻസ് നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചെറിയ ദൗർബല്യങ്ങളൊക്കെ എല്ലാവർക്കും കാണും. പക്ഷേ അത് എത്രത്തോളം പ്രൊഫഷണൽ ക്രിക്കറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയർ എന്നുള്ള നിലയിൽ അത് എത്രത്തോളം പെട്ടെന്ന് അതിനെ ഓവർകം ചെയ്ത് ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത് അവർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ KL രാഹുൽ ഒരു വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പല കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. വിക്കറ്റ് കീപ്പിങ്ങിൽ മാത്രമല്ല, ലെഗ് സൈഡിൽ ഡൈവ് ചെയ്ത് ചില ക്യാച്ച് എടുക്കുക, അതുമാത്രമല്ല ഈ ആളുകൾ സംശയിക്കാത്ത തരത്തിൽ പോലും റിവ്യൂ വേണമെന്ന് പറഞ്ഞ് എടുക്കുക, അതിലെല്ലാം വിജയിക്കുക. അപ്പോൾ KL രാഹുലിൻ്റെ ഈ ടൂർണമെൻറ്റിലെ പ്രകടനം എങ്ങനെ ഉണ്ട്? ഞാൻ വീണ്ടും എന്താ പറഞ്ഞത്, KL രാഹുൽ നമ്മളെല്ലാവരും പൊതുവേ ഒരു ധാരണ, എനിക്ക് അറിഞ്ഞുകൂടെ എത്രത്തോളം KL രാഹുലിന് ഒരുപാട് ക്രിറ്റിസിസ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി നോക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാര്യം ഒരു ക്രിക്കറ്റർക്ക് അല്ലെങ്കിൽ ഏത് വ്യക്തിക്ക് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവാം. ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു കഴിവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ബാക്ക് ചെയ്യുക എന്നുള്ളത് ഏത് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഏത് സെലക്ഷൻ കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഏത് ടീമിൻ്റെയോ ആവശ്യമാണ്. അങ്ങനെ സപ്പോർട്ട് കൊടുത്ത് തിരിച്ചു വന്നിട്ടുള്ള പ്ലെയറാണ് KL രാഹുൽ. അദ്ദേഹത്തിൻ്റെ കീപ്പിംഗ് ഈ വേൾഡ് കപ്പിൽ മികച്ചു നിന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുത്ത ക്യാച്ചുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓവറോളായിട്ട് ടീമിൻ്റെ വിക്കറ്റിൻ്റെ ബാക്കിൽ നിന്നുള്ള നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ റിവ്യൂ സിസ്റ്റത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്. അപ്പോൾ അദ്ദേഹം ഒരു വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഒരു വ്യക്തി ആരും അങ്ങനെ അല്ലാത്തൊരു വ്യക്തി അവിടെ എത്തിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യും. ധോണി അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ സക്സസ് ആയത്. ആ സമയത്ത് യൂട്ടിലൈസ് ചെയ്യുക, 13 സെക്കൻഡോ 15 സെക്കൻഡിനകത്ത് പോസിറ്റീവായിട്ട് ഡിസിഷൻ അല്ലെങ്കിൽ ധൈര്യത്തോട് ഡിസിഷൻ എടുക്കാൻ പറ്റുക, അതിലെടുക്കുന്ന ഡിസിഷനിൽ മെജോറിറ്റി സക്സസ് ആവുക, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പ്ലെയറുടെ ആ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് അവിടെ മീൻസ് അതിനെക്കുറിച്ചുള്ള ക്രിക്കറ്റിനെക്കുറിച്ചുള്ള ഒബ്സർവേഷനും അങ്ങനത്തെ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് KL രാഹുൽ ആസ് എ കീപ്പർ
വളരെ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു ഈ വേൾഡ് കപ്പിൽ. ആസ് എ ബാറ്റർ അദ്ദേഹത്തിന് വന്ന സിറ്റുവേഷനിൽ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. ഓവറോളായിട്ട് വിക്കറ്റിൻ്റെ ബാക്കിൽ നിന്നും കളിയുടെ പല ഒരു ഫീൽഡർ, അതായത് ഒരു ക്യാപ്റ്റന് കാണാൻ പറ്റാത്ത പല ആംഗിളുകളും കണ്ട് അദ്ദേഹം വളരെ നല്ല രീതിയിൽ രോഹിത്തിനോട് അദ്ദേഹത്തിൻ്റെ സജഷൻസ് പറഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ അതാ പറഞ്ഞ ടീം ആസ് എ യൂണിറ്റ് നമുക്ക് ഏത് ഫീൽഡറെ എവിടെ നിർത്തണം എന്നറിയാം. എത്ര സീനിയറായിട്ടുള്ള പ്ലെയറായിട്ട് വിരാട് കോഹ്ലി ആണെങ്കിൽ പോലും അദ്ദേഹം ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്നു സ്ഥിരമായിട്ട്. ഓരോ ആൾക്കാരെ ഏതൊക്കെ പൊസിഷനിൽ നമുക്ക് നിർത്തണം. അപ്പം വളരെ ഒരു പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടൊരു അവസ്ഥയിലാണ് നമ്മുടെ ടീം ഇപ്പോൾ നിൽക്കുന്നത്. അതെ, അതിനോട് വളരെയധികം യോജിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയുടെ ടീമും ഓസ്ട്രേലിയയുടെ ടീമും തുല്യ ശക്തികൾ, നല്ല ക്യാപ്റ്റന്മാർ. അപ്പോൾ നമുക്ക് വളരെ നല്ല ഒരു കളി പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്ത്യ ജയിക്കട്ടെ എന്ന് കൂടെ ആഗ്രഹിക്കാം. അതെ, നമുക്ക് അത് ആഗ്രഹിക്കാം. ഇത്രയധികം വിവരങ്ങൾ പറഞ്ഞത് തന്നെ നന്ദി. നമുക്ക് ഇനി കളി കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. നമസ്കാരം. താങ്ക് യു.